ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതു വിജയന്റെ വീട് തകർത്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കസ്റ്റഡിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് എന്തൊക്കെയാണ്? ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഋതുവിൻ്റെ വീട്ടിലേക്ക് വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷമാണ് 2 പേർ എത്തി ഈ വീട് അടിച്ച് പൊളിക്കുന്നത്. അതായത് ഈ ചേന്ദമംഗലത്തെ സംബന്ധിച്ചിടത്തോളം ചേന്ദമംഗലത്തെ ഈ പ്രദേശവാസികൾക്ക് ആകെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമാണ് ഒരു കൂട്ടക്കൊലപാതകം. ആ കൂട്ടക്കൊലപാതകം നടത്തിയ പ്രതിയുടെ വീടാണ് 2 പേർ ചേർന്ന് അടിച്ചു തകർത്തത്. നിലവിൽ ഈ സംഭവത്തിന് ശേഷം പിന്നീട് പോലീസ് എത്തി ഇവിടെ അന്വേഷണം നടത്തിയ ശേഷമാണ് രാത്രിയോടുകൂടിയാണ് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിൽ ഭരണിമുക്ക് സ്വദേശികളാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. ഒരു ഗോവിന്ദ്, അതോടൊപ്പം തന്നെ ജിബിൻ എന്നിവരാണ് നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. വടക്കേക്കര പോലീസാണ് ഇവർ 2 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ ഗോവിന്ദ് എന്ന് പറയുന്നയാൾ ഈ ഋതുവിൻ്റെ സുഹൃത്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ജിബിൻ ജിതിൻ്റെ സുഹൃത്തും ആണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഈ വീടിൻ്റെ ജനൽച്ചിലകളെല്ലാം അടിച്ചു തകർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ജനൽച്ചിലകളും പൂർണ്ണമായിട്ടും തല്ലിത്തകർത്ത നിലയിലാണ് ഉള്ളത്. അങ്ങനെ അവരുടെ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എന്ന തലത്തിൽ ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ വന്ന് തകർക്കുകയായിരുന്നു. നമുക്ക് ഈ ഫ്രണ്ടിലെ തറയൊക്കെ അടിച്ച് തകർത്ത നിലയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ നിലവിൽ ഇത് കേസിലെ പ്രതി, ഈ കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതു പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഒരുപക്ഷെ ആ തെളിവെടുപ്പിനുൾപ്പെടെ കൊണ്ടുവരുമ്പോൾ വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ സന്നാഹം ഒരുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ ഈ വീടടക്കം അടിച്ചു തകർത്ത നിലയാണുള്ളത്. നേരത്തെ കോടതിയിൽ നിന്ന് ഈ പ്രതിയെ പുറത്തേക്ക് ഇറക്കുമ്പോൾ പ്രതിക്ക് നേരെ നാട്ടുകാരടക്കം ആക്രോശിച്ച് ചെല്ലുന്ന ഒരു രംഗവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ സുരക്ഷ ഒരുക്കി മാത്രമായിരിക്കും ഇങ്ങോട്ടേക്ക് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുവരിക. നമുക്ക് കാണാം, ഇതാണ് ഈ പ്രതിയുടെ വീട്. അപ്പുറത്താണ് ഈ കൃത്യം നടന്ന സംഭവ സ്ഥലം, അതായത് വേണുവിൻ്റെ ഉൾപ്പെടെയുള്ള ആ വീട്. അവിടേക്കാണ് ഇനി തെളിവെടുപ്പിനായിട്ട് പ്രതിയെ എത്തിക്കേണ്ടത്. ഇവിടെ നമുക്ക് കാണാം, ഈ വീടിപ്പോൾ ആരുമില്ലാതെ ഇവിടെ ഉണ്ടാകേണ്ട ആളുകൾ കളിച്ച് ചിരിച്ച് നടക്കേണ്ട 2 കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഈ 3 പേരെ നിഷ്ഠൂരമായി ഈ പ്രതി ഋതു കൊലപ്പെടുത്തിയത്. അതിൻ്റെ ആ ഒരു പ്രതിഷേധവും അരിശവുമൊക്കെ ഈ നാട്ടുകാർക്ക് മൊത്തത്തിലുണ്ട്. ആ ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം കോടതി വളപ്പിലും മറ്റുമൊക്കെ കണ്ടത്. ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി ഈ പ്രതിയുടെ വീടും 2 പേർ എത്തി തല്ലിത്തകർത്തിട്ടുണ്ട്. നിലവിൽ അവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. വടക്കേക്കര പോലീസാണ് ഇത് സംബന്ധിച്ച് കേസ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ 2 പ്രതികളും വടക്കേക്കര പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ശരി ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ഈ പ്രതിയുടെ വീടാണ് 2 പേർ അടിച്ച് തകർത്തത്. അവർ വടക്കേക്കര പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്ന് പറയുന്നു. വൈകാരികമായി പെരുമാറിയതായിരിക്കണം, പക്ഷേ ഇത് ഒരിക്കലും വൈകാരികമായി ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയുന്നതുമാണ്. പ്രതിയുടെ കാര്യം അത് നിയമപരമായി പോലീസും കോടതിയും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്, അവർ കൈകാര്യം ചെയ്യും. പക്ഷേ വൈകാരികമായി ഇവർ പെരുമാറിയതാണ്. വീടടിച്ച് തകർക്കുകയായിരുന്നു. ആ നാട് മുഴുവൻ സങ്കടത്തിലാണ്. തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. നമുക്കൊക്കെ മാനസികമായി നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.